പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് ലോകത്തിന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് സുവിശേഷമാണ്. സുവിശേഷം ശക്തിയാണ്, അത് കൊടുക്കുവാനുള്ളതാണ്. അത് കൊടുക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടവർ അത് കൊടുക്കാതിരിക്കുമ്പോൾ ഈ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായി മാറുന്നു. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ആ സത്യത്തെ നാം മറ്റുള്ളവരെ അറിയിക്കുക എന്നത് നമ്മുടെ കടമയാണ്. നമ്മുടെ വിളിക്ക് അനുയോജ്യമായ ഒരു ജീവിതമാണ് നാം നയിക്കേണ്ടത്. 1 പത്രോസ് 5:8 തിരുവചനം പറയുന്നു, നിങ്ങളുടെ ശത്രുവായ പിശാച് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കിക്കൊണ്ട് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു എന്ന്. വചനം പ്രഘോഷിക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്നത് സാത്താനാണ്. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നതാണ് സാത്താൻ്റെ ലക്ഷ്യം. ആ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ നാം മനസ്സിലാക്കിയിരിക്കണം. അവൻ്റെ കെണിയിൽപ്പെട്ട് പോകരുത്. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവരോട് പറഞ്ഞത് അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നാണ്. മനുഷ്യരെ പിടിക്കുക എന്ന് പറയുന്നത് മനുഷ്യരുടെ ആത്മാക്കളെ രക്ഷിക്കുക എന്നർത്ഥത്തിലാണ്. അത് വചനത്തിലൂടെയാണ് യേശു ആഗ്രഹിക്കുന്നത് മനുഷ്യരെ പിടിക്കുവാനായിട്ട്. ഈ സുവിശേഷ പ്രഘോഷണം ശിഷ്യന്മാർക്ക് മാത്രം ആയിട്ടുള്ളതല്ല. യേശുവിനെ അനുഗമിക്കുന്ന എല്ലാവരും, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും, നാം ഓരോരുത്തരും അതിന് കടപ്പെട്ടവരാണ്. അതിൽ നിന്ന് പിന്മാറുന്നത് നമ്മുടെ സമൂഹത്തോട്, ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ക്രൂരതയായി മാറും. മനുഷ്യ ആത്മാക്കളെ രക്ഷിച്ചെടുക്കുക എന്നതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക വെളിച്ചം ദൈവമഹത്വത്തിനു വേണ്ടി, മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടി നാം സുവിശേഷമാകുകയും സുവിശേഷം ഏകുകയും ചെയ്യുന്നവരാകണം. ഫിലിപ്പി 3:8 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എൻ്റെ കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലയുള്ളതായതിനാൽ സർവവും ഞാൻ നഷ്ടമായി പരിഗണിച്ചു എന്ന്. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എഫേസ്യസ് 4:1 തിരുവചനം പറയുന്നത് നമുക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ഒരു ജീവിതം നയിക്കുവാൻ ആണ്. നമ്മുടെയും മറ്റുള്ളവരുടെയും ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നാം മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തുവാനുള്ള മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. അത് വചനത്തിലൂടെ മാത്രമേ ആത്മാക്കളെ രക്ഷിച്ചെടുക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിത മാതൃകയനുസരിച്ചും നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന വ്യക്തികളായി നാം മാറണം. അപ്പോഴാണ് നാം സുവിശേഷം ഏകുന്നവരും സുവിശേഷം ആകുന്നവരും ആയി മാറുന്നത്. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.